ഈ റോഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ മോഡലുള്ള റോഡുകൾ പോലെ തോന്നും. ഷെയ്വനാണ് ഇത് കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് തോന്നണമില്ല. നാട്ടിലെ ബൈക്ക് M80 എല്ലാം ഉണ്ട് ഇവിടെ. ആള് പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയിൽ വിൽക്കുന്നുണ്ടോ പൈനാപ്പിള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നിങ്ങൾ വണ്ടിയിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നതിന് കുഴപ്പമില്ല. ബാർസലോ ബാവറോ ഗ്രാൻഡ് റിസോർട്ട്. Voy a ver el mundo contigo a mi lado, cada paso juntos un sueño sagrado. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പൊൻറ്റക്കാന എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഇവിടെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു. Un sueño sagrado, desde el mar hasta el cielo, iremos volando, tu mano en la mía, amor viajar. നമ്മുടെ നാട് പോലെ തന്നെ തോന്നിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും. Vámonos de viaje toda la vida, donde el sol brilla, no hay despedida, tu mano en la mía, el viento suave, dando el momento, así se vive, y está bien, si tú y yo viajamos hoy sin un destino, vámonos de viaje toda la vida. ഈ റോഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ മോഡലുള്ള റോഡുകൾ പോലെ തോന്നും. അതായത് ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ എല്ലാം ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ചപ്പും ചവറും രണ്ട് റോഡ് സൈഡിലും ഉണ്ട്. ശരിക്കും നാട് പോലെയുണ്ട്. ഷെയ്വനാണ് ഇത് കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് തോന്നണമില്ല. നാട്ടിലെ ബൈക്ക് M80 എല്ലാം ഉണ്ട് ഇവിടെ. പട്ടാളക്കാരല്ലേ അല്ലേ? നാട്ടിലെ പല പഴക്കലുണ്ട്. ശരിക്കും ചായക്കട പോലെ. ഇവിടെ പഴംപൊരിയൊക്കെയാണ് അവർ കഴിക്കുന്നത്. അവിടെ കണ്ടോ? നാട്ടിലെ പോലെ തന്നെ കുത്തിക്കേറ്റാണല്ലോ പോകുന്നത്. സൈഡ് വാക്കിലൂടെ അതുപോലെ തന്നെ വണ്ടികളിൽ ഫ്രൂട്ട്സ്, നാരങ്ങ, പിന്നെ വേറെ എന്തോ ഫ്രൂട്ട്സിന്റെ മുകളിലൊക്കെ കിടപ്പാണ്. അതെന്താ ഷേബു? ആ ഫ്രൂട്ട്സ് ചെറിയാണോ? ആള് പോണ പോക്കുണ്ട് കഴിഞ്ഞാൽ. പക്ഷെ ബൈക്കുകളുടെ ഫ്രണ്ടിലൊന്നും നമ്പർ പ്ലേറ്റില്ല കേട്ടോ. കണ്ടോ? നമ്പർ പ്ലേറ്റിൽ
ബൈക്കാണ് കൂടുതൽ കേട്ടോ. റോഡാണ് എവിടെ റോഡാണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. നാട്ടിലെ പോലെ തന്നെ പലർക്കും ഇവിടെ ഓക്കെ ഓക്കെ. ഇവിടെ വണ്ടിയിൽ വിൽക്കുന്നുണ്ടോ പൈനാപ്പിള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഒരു പോലീസ് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയാണ്, പോലീസ് വണ്ടി വന്നു ചോദിച്ചാൽ പേടിക്കൊന്നും വേണ്ട, റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത് ഇവിടുത്തെ ഒരു പഴയ ചർച്ചിലേക്ക് പോകാനാണ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഏതെങ്കിലും ഒരു ചെറിയ ടൗണിലൂടെ ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ ഇതുപോലുള്ള സ്ഥലത്ത് കൂടെ പാസ് ചെയ്താന്ന് പറഞ്ഞു. ഇപ്പം സൺഡേ ആയതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര തിരക്കാണ്. ചെറിയ ചെറിയ തുണിക്കടകൾ, അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ്. വാഴയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ? വാഴ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കപ്പയൊക്കെ കണ്ടായിരുന്നുണ്ടോ? കപ്പ മണ്ണിൽ നിന്ന് കുറച്ച് അതേ മോഡല്. ഞങ്ങളൊരു കരിക്ക് ചോദിച്ചിട്ട് ഇത് തരാൻ പറ്റിയില്ല കേട്ടോ. പഞ്ചറൊട്ടിക്കണ കട നാട്ടിലെ ഡയറട. ഇതൊക്കെ പലചരക്ക് കടകളാണ്. ബേക്കറി കടയുണ്ട് അവിടെ. ബൈക്കുകളിൽ ചിലരൊക്കെ ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട്, ഭൂരിഭാഗം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സേഫാണോന്നുള്ളത് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ വണ്ടിയിലിരുന്ന് ഇതൊക്കെ കാണുന്നതിന് കുഴപ്പമില്ല, ഇവിടെ പുറത്തിറങ്ങി നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾ ടൂറിസ്റ്റുകളാണെന്ന് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സേഫ് ആവാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം. ഒരു വലിയ ബൈക്ക്. ഓക്കെ. ബസിലിക്കയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഹിഗ്ബി. Santo Domingo es un centro cultural donde nosotros llevamos a los turistas, toman fotos, vinos y eso. Muestran la cultura de nosotros acá, los mexicanos y eso. സാന്റോ ഡൊമിംഗോ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ ഞങ്ങൾ വിനോദസഞ്ചാരികളെ എടുക്കുന്നു. അവർ ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നു. അത് അവർക്ക് ഡൊമിനിക്കൻസിന്റെ സംസ്കാരം കാണിക്കുന്നു. ഞങ്ങളിങ്ങനെയാണ് പുള്ളിയായിട്ട് സംസാരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട്
നമുക്ക് ഒരു ഭാഷ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ട് എത്താൻ പോകുന്നു. 2 സൈഡുകളും വനമാണ്. റിസോർട്ടിൻ്റെ എഴുത്ത് കാണുന്നുണ്ട്. ഇവിടുത്തെ പേരുകളൊന്നും വായിൽ ഒതുങ്ങുന്നില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ബാഴ്സലോ ബാവറോ ഗ്രാൻഡ് റിസോർട്ട്. ഇതാ അകത്തേക്ക് കയറാൻ പോകുന്നു. റിസോർട്ടിൻ്റെ ഗേറ്റാണിത്. ഞങ്ങളെ തടഞ്ഞു ഇവിടെ. ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്നെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് തുറന്നു തന്നു. ഞങ്ങളുടെ കൂടെ GK എന്നൊരാൾ ഇന്നലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ഞങ്ങളെ തടഞ്ഞു. മാത്രമല്ല പുള്ളിയെ സ്പെഷ്യലായിട്ട് ടെസ്റ്റ് നടത്തി. ഇതാണ് റിസോർട്ടിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നത്. ഭയങ്കര മനോഹരമായ റിസോർട്ടാണ്, ഭയങ്കര മനോഹരമായ സ്ഥലമുണ്ടോ. ഇതിൻ്റെ അകത്ത് 2 സൈഡിലും പനകളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ കൂടുതൽ ഇതേ കണ്ടീഷനിൽ അകത്തേക്ക് കിടക്കണം. ഭയങ്കര രസമാണ് കാണാൻ. റിസോർട്ടിൻ്റെ ഗേറ്റ് കടന്നതിന് ശേഷം എനിക്ക് 1/2 കിലോമീറ്ററോളം പോകുന്നിട്ടൊക്കെ. എന്താ വിൻസി പറഞ്ഞേ? അരളിച്ചെടി അല്ലേ. അതെ, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുവാനാണ് ആരോ കാണിക്കുന്നത്. 1 വേ ആണ്. ഇതിനകത്ത് ഒത്തിരി ബിൽഡിങ്ങുകളുണ്ട്. റൂമുകളൊക്കെ ഒരുപാട് പല പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്കൂടെ ബസ് സർവീസ് ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ബസ്സാണ്. നീ ഏതാ അരളിച്ചെടി എന്ന് പറയണത്? അത് ശരിയുണ്ട്, അതേ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിൽ അരളിച്ചെടി ഒക്കെ വെട്ടിക്കളയുന്ന സമയത്ത് ഞങ്ങളൊരു പ്രാവശ്യം ഒരു ഗാർഡൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് എത്ര രൂപയ്ക്കായിട്ട് അവിടെ വിൽപ്പനയ്ക്കിട്ടാണ്? $20 അല്ലേ? ഒരു ചെറിയ തൈക്ക് $20. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഉണ്ടോ? ഈ സൈഡിൽ കാണുന്നതൊക്കെ അരളിച്ചെടിയാണ്. എല്ലാ കളറും ഉണ്ട്, ഉണ്ടോ? ഈ റിസോർട്ടിലെ സ്റ്റാഫുകളാണ് ഈ നടന്നു വന്നത്. ഉണ്ട്, ആ പ്രസൈഡിലുണ്ട് ഒരു സ്റ്റാഫുകളാണ്. ഇത് റിസോർട്ടിനകത്താണത്, അകമാണ്. ഉണ്ടോ ദൈവം സ്റ്റാഫുകളാണ്. ഇതാണ് റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റ്. ഇതുപോലെ പല പല ടൈപ്പ് ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ മുകളിലേക്കാണ്.